നാളെ രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം. എനിക്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നോ സ്റ്റാർ സിംഗർ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെക്കില്ലല്ലോ. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും ഒരു സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഫീലിംഗ് ഇല്ല അത് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്നോ അങ്ങനെയല്ല. ഞാൻ ജയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വരാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് നമ്മളെ പൊരിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു ആസ് ഇൻ ദ ജഡ്ജസ്. ഇങ്ങനെ പറയുന്നത് രാഹുൽ കുറച്ചും കൂടെ ഫീൽ എപ്പോ പറഞ്ഞാൽ. അപ്പൊ ഞാൻ അന്നത്തെ ആ ചൈൽഡ് ഇൻ മീ വാസ് ഓൾവേസ് ലൈക്ക് സാർ എന്താ എപ്പോഴും എന്നോട് ഈ ഫീൽ എന്ന് പറയുന്നത്. സെന്തമിഴ്നാട്ട് തമിഴച്ചിയെ സേലമെടുത്ത് തയങ്കിറിയെ നെസവ് ചെയ്യും. ഇങ്ങനെ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മ്യൂസിക്കിൽ നിന്നും ക്ലാസ് റൂം വരെ ഐഡിയ സ്റ്റാർ സിംഗിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള വോയിസ്. ഇപ്പോൾ പ്ലേബാക്ക് സിംഗർ, കമ്പോസർ, അതുമാത്രമല്ല IIT മദ്രാസിൽ നിന്ന് PhD ഹോൾഡറും ബി സ്കൂൾ ഫാക്കൽറ്റിയുമായ ഡോക്ടർ രാഹുൽ R. ലക്ഷ്മണനാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം ടോക്ക് ടൈമിൽ. ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്, താങ്ക് യു വെരി മച്ച്. വെരി നൈസ് മീറ്റിംഗ്. യാ, മീ ടു. രാഹുലിനെ നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് എല്ലാവരും ആ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഐഡിയ സ്റ്റാർ സിംഗർ, ദാറ്റ് ടാഗ് ലൈൻ. തീർച്ചയായിട്ടും ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ ചെറുപ്പം തൊട്ട് പാടുന്നുണ്ടെങ്കിലും ഒരു ലൈം ലൈറ്റ് എന്ന് പറയുന്ന ഓരോ ആൾക്കാർക്കും ഓരോ സമയത്താണ് അത് വരിക. ഇപ്പോൾ ചില സിനിമാ നടന്മാർക്ക് ഒരു ഫസ്റ്റ് സിനിമയായിരിക്കും അവരുടെ ബ്രേക്ക്. അവർ ചിലപ്പോൾ നാടകത്തിലും വേറെ പല മേഖലകളിലും അവരുടെ ആർട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദാറ്റ് മേജർ ബ്രേക്ക് ത്രൂ. അപ്പം എന്നെ സംബന്ധിച്ച് വൈൽ ഐ സ്റ്റാർട്ടഡ് മൈ മ്യൂസിക്കൽ ജേർണി ഫ്രം മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രൂ എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് തന്നെ പറയുന്നത് ഇറ്റ് ഓൾ ക്രെഡിറ്റ്സ് ടു ദി റിയാലിറ്റി ഷോ ഐഡിയ സ്റ്റാർ സിംഗർ ആൻഡ് ദാറ്റ് ടു ഇൻ എ ചാനൽ ദാറ്റ് ഹാഡ് ദാറ്റ് മച്ച് റീച്ച്. ഏഷ്യാനെറ്റ് എന്ന ഒരു മാധ്യമത്തിലൂടെ എത്തിപ്പെടാൻ സാധിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു വലിയൊരു ഇവന്റ്ഫുൾ ജേർണി തന്നെയായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഇമോഷൻസ്, അപ്സ് ആൻഡ് ഡൗൺസ്, എക്സ്പീരിയൻസസ് അല്ലേ? തീർച്ചയായിട്ടും. കോമ്പറ്റീഷന് ഇപ്പം ഞാൻ അത് കാരണമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ BA മ്യൂസിക്, MA മ്യൂസിക് കഴിയാന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ആ കാലഘട്ടം ഇപ്പോഴും ഉണ്ട്, അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ റിയാലിറ്റി ഷോയിലെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലുള്ള റിയാലിറ്റി ഷോയിൽ ഒരു വിന്നർ ആവുക അല്ലെങ്കിൽ ഒരു ഫൈനലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഇസ് ഈക്വലൻ ടു ഒരു സർട്ടിഫിക്കറ്റ് പോലെ. ഏത് നമുക്ക് പ്രൈസ് മണിയോ പ്രൈസിനെക്കാട്ടിലും ആൾക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ പൊതുവെ പാട്ടുകാരുടെ ഇടയിലും തന്നെ അതൊരു വലിയ എന്തായാലും പറയാ ഒരു നമ്മുടെ അഗ്നി പരീക്ഷ, അതൊരു വലിയ അഗ്നി പരീക്ഷയാണ്. ഈ അഗ്നി പരീക്ഷ താണ്ടി കടന്ന ആൾക്കാരോടൊരു റെസ്പെക്ട് ആൾക്കാർക്ക് ജനറലി ഉണ്ട്. ആൻഡ് അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വരാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് നമ്മളെ പൊരിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു ആസ് ഇൻ ദ ജഡ്ജസ്. ആൻഡ് ഈ കോമ്പറ്റീഷനിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ആ ലൈഫ് സ്കിൽസ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ്, ഞാൻ നേരത്തെ ബിഹൈൻഡ് ദ ക്യാമറ പറഞ്ഞ കാര്യം ഇപ്പോൾ ഒന്ന് പറയാണ്. എത്ര വർഷമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം പുറത്തറിയും. പക്ഷെ എന്നാലും ഒരു മോർ ദാൻ 15 years അത്രമാത്രം ഞാൻ അവിടെ ഒതുക്കാം. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അപ്പം ഒരു 15 വർഷത്തിന് ഇപ്പുറം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ മീനാക്ഷി, ഞാൻ ചേച്ചി എന്ന് ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ IIT ക്ലാസ് റൂമിലേക്ക് എന്നൊക്കെ പറയും. ഒരു IIT മദ്രാസിൽ PhD എടുക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടുകൾ, ഇറ്റ് വാസ് എ വെരി ടഫ് ജേർണി ആ സൈഡാണ്. അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും ചിലപ്പോൾ പറയാറുണ്ട്, ജേർണീസ് എപ്പോഴും ഒട്ടും എളുപ്പമായിരുന്നില്ല. പക്ഷെ ദ ഫ്രൂട്ട്സ് ആർ ഓൾവേസ് സ്വീറ്റർ. അപ്പൊ സ്റ്റാർ സിംഗർ ജേർണിയെ പറ്റി ഓർക്കുമ്പോൾ 1 year 52 songs ആണ് പാടിയതാണ്. അപ്പോൾ 52 പാട്ട് പാടി കടന്ന് ആ ഫൈനൽ വരെ എത്തുമ്പോൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഞാനിപ്പോൾ PhD മ്യൂസിക്കിൽ എടുത്താലും ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മൾ തന്നെ പഠിച്ച് വന്ന കാര്യം. അതെനിക്ക് അന്നറിയില്ല. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ, ഇന്നിപ്പോ ചേച്ചി എന്നോട് രാഹുൽ ഒന്ന് ഐഡിയ സ്റ്റാർ സിംഗർ, അയ്യോ ഞാൻ ഇല്ലേ എന്ന് പറയും. എന്നെ കൊണ്ട് സത്യമായിട്ട് പറയാണ്, ഞാൻ എളിമ കൊണ്ട് പറയില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ എം കേപ്പബിൾ ടു കമ്പീറ്റ് ഇൻ എ കോമ്പറ്റീഷൻ ലൈക്ക് ദാറ്റ്.
എങ്ങനെ അത് സാധിച്ചു എന്ന് എനിക്കിപ്പോ ഭയങ്കര പക്ഷെ ആ സമയത്ത് എവിടെയെങ്കിലും തോന്നിയിരുന്നോ ക്വിറ്റ് ചെയ്യണം എന്നുള്ളത്? ഇല്ല, അത് ഇല്ല. അത് ഞാൻ കുറച്ച്, ലെറ്റ് മീ ബി വെരി ഓണസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പാട്ട് പരിപാടി ആരംഭിച്ചത് എൻ്റെ 3rd സ്റ്റാൻഡേർഡിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ എൻ്റെ വീട്ടിലെ ഷോ കേസിലുള്ളത് ഈ നമ്മൾ അറിയില്ലേ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത് സബ് ജൂനിയർ കാറ്റഗറിയിൽ ലളിതഗാനം, സംഗീതം, അങ്ങനെ കുറേ മത്സരിച്ച് സ്റ്റേജ് വാസ് വെരി മച്ച് അസോസിയേറ്റഡ് വിത്ത് മീ. ഞാൻ അന്ന് ഇതൊരു സാഡ് ആയിട്ടുള്ള എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ആ സമയത്ത് ഞാൻ പോകാത്ത മത്സരങ്ങളില്ലായിരുന്നു എറണാകുളത്ത്. ഒരുമാതിരിപ്പെട്ട എറണാകുളത്തെ എല്ലാ മത്സരവേദികളും ഇയാളുണ്ടാവും, ഇയാളും ഇയാളുടെ അമ്മയും കൂടെ ഒരു സ്കൂട്ടറിൽ പോകുന്ന അപ്പം. പക്ഷേ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ വരെ ഞാനൊരു പ്രൊഫഷണൽ സ്റ്റേജിലോ ഒരു കാസറ്റിനോ ഒരു ആൽബത്തിനോ എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ ഓർക്കും അന്ന് ഈ കാസറ്റിൽ പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. നമ്മളിപ്പോ ചോട്ടാനിക്കര അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ പാട്ട് കേൾക്കും, അയ്യോ ഇതൊക്കെ എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച സമയമുണ്ട്. ഐ ഡോണ്ട് നോ, പക്ഷെ എനിക്ക് തമാശ പറയല്ല, ഞാൻ ഒറ്റ കാസറ്റിൽ പാടിയിട്ടില്ല, ഒരു സ്റ്റുഡിയോയിൽ പോലും കയറിയിട്ടില്ല. ആസ് ഇൻ പ്രൊഫഷണൽസ് ഗാനമേള, നോബഡി കോൾഡ് മീ. അതുവരെ ഗാനമേള, കൊച്ചുകുട്ടികൾ അങ്ങനെ ഗാനമേളയ്ക്ക് പോവില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ പാടലില്ലായിരുന്നു, കോമ്പറ്റീഷൻ മാത്രം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ പോലെയായിരുന്നു എനിക്കൊരു ഈ കോമ്പറ്റീഷൻസിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു സ്റ്റാർ സിംഗർ. അപ്പൊ ഞാൻ സ്റ്റാർ സിംഗറിൽ പോയപ്പം ഗോള് ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ എന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിന്നർ ആവണമെന്ന് ഞാൻ എയിം ചെയ്യാറില്ല, ബട്ട് മൈ എയിം വാസ് ഫൈനൽ. അപ്പൊ ഫൈനൽ 5 അല്ലെ ഫൈനൽ 10 ആണെങ്കിൽ ഫൈനലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിച്ചത്. അത് ഞാൻ അന്ന് പറയില്ല, പക്ഷെ മൈൻഡിൽ അങ്ങനെ തന്നെയായിരുന്നു, വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ടല്ലോ, നമ്മുടെ കൂടെ പാടുന്നവരും എക്സെപ്ഷണലി സൂപ്പറാണ്. അപ്പം കോമ്പറ്റീഷനിൽ ഞാൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് മത്സരിച്ചത്. ആ സ്ട്രാറ്റജിയാണ് എന്നെ വിജയിപ്പിച്ചത്. എന്നെക്കാട്ടിലും മോശമായിട്ടുള്ള ആൾക്കാരല്ല, എന്നെക്കാട്ടിലും നന്നായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ മൈ സ്ട്രാറ്റജി വാസ് വെരി ഗുഡ്. ഈ ഫൈനൽസ് വരാന്ന് പറയുന്നത് തന്നെ വിന്നർ പോലെയാണ്. എനിക്കത് ഞാൻ വിൻ ചെയ്ത പോലെയാണ്. എനിക്ക് ഇപ്പൊ എല്ലാവരും പറയും രാഹുൽ, ഞാൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 3, ആക്ച്വലി 2008-9 ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു, സെക്കൻഡ് പ്രൈസ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, അയ്യോ രാഹുൽ ഫസ്റ്റ് നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടേണ്ടതായിരുന്നു, ഞങ്ങളെല്ലാം വിചാരിച്ചു രാഹുലിന് കിട്ടും, അങ്ങനെ ഒരു സെറ്റ് പാട്ടുകൾ അങ്ങനത്തെ പാട്ടായിരുന്നു. അപ്പം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഫസ്റ്റിനെക്കാട്ടിലും സന്തോഷം, ബിക്കോസ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഫീലിംഗ് ഇല്ല അത് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്നോ അങ്ങനെയല്ല, ഞാൻ ജയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പുറത്തെ കണ്ടസ്റ്റന്റ് അല്ലെ ഫസ്റ്റ് കിട്ടിയ ആള്, അയാളും ഈക്വലി നന്നായിട്ട് പാടുന്ന ആളാണ്, അയാൾ നന്നായിട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ആ സെക്കൻഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് വിഷമമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഫൈനലിൽ കയറിയില്ലെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെയും വരാമല്ലോ. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ നിന്നുപോയി, ഇടയിൽ ഞാൻ എലിമിനേറ്റ് ആയി പോവാം. അപ്പൊ അങ്ങനെയൊന്നും ആവാതെ ഫിനാലെ വരെ എത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് എത്രയോ ആയിരക്കണക്കിന് പാട്ടുകാര് ഞങ്ങളുടെ സീസണിൽ തന്നെ, ഐ നോ ഫോർ ദ ഫാക്ട് ദറ്റ്, ഞാൻ നെയിം ചെയ്യുന്നില്ല, ദർ വർ വെരി എക്സ്പീരിയൻസ്ഡ് സിംഗേഴ്സ്. ഏതാ സ്റ്റേജ് പയറ്റി തെളിഞ്ഞ വാരിയേഴ്സ് ഉണ്ടായിരുന്നു, ഷോസ് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്തോ അവരുടെ ഭാഗ്യക്കേടോ അല്ലെ അവരുടെ ഒരു ചെറിയ സ്ട്രാറ്റജിക് പിഴവുകൾ കാരണം they didn't make it to the final. അപ്പോഴും ഞാൻ ഓർക്കും, അയ്യോ, ഞാൻ തമാശ പറയില്ല, ഇപ്പോഴത്തെ സ്റ്റാർ സിംഗേഴ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കില്ല, പക്ഷെ കമ്പീറ്റ് ചെയ്ത് ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. ആരാണെങ്കിലും, മേ ബി ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും, ഒരു സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം അത് ഒരു വലിയ ജേർണി. ഇപ്പോഴും മേ ബി എൻ്റെ ലൈഫ് ആഫ്റ്റർ സ്റ്റാർ സിംഗറിൽ എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള കുറെ ക്വാളിറ്റീസ് ഐ വിൽ ഹാവ് ടു ആട്രിബ്യൂട്ട് ടു ദാറ്റ് ജേർണി. അന്ന് അതൊന്നും അറിയില്ല. അപ്പോൾ അത് അന്നത്തെ ഏജ് വൈസ് ഓൾസോ ലൈക്ക് ഹാഫ് മൈ ഏജ്. അതെ നമ്മൾ ഏജ് കൂടുന്നവരാണല്ലോ നമുക്ക് എക്സ്പീരിയൻസും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. സ്റ്റാർ സിംഗർ എന്ന് കേൾക്കുമ്പോൾ, ഇപ്പം സ്പെഷ്യലി ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏത് പാട്ടാണ് അല്ലെങ്കിൽ ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത്?
ആ സമയത്ത് എനിക്കൊരു ഇരട്ടപ്പേരെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫസ്റ്റ് സോങ് തന്നെ എന്നെ കുറെ ഫ്രണ്ട്സ് എന്നെ അതാ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ സോങ് ആ കുറെ കാലത്ത് രാഹുൽ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആ പാട്ടായിരുന്നു എല്ലാവരും അസോസിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞ് ആ പാട്ട് കുറെ പ്രാവശ്യം കുറെ ആൾക്കാർ സ്റ്റാർ സിംഗറിലും വേറെ റിയാലിറ്റി ഷോസിലും പാടിയിട്ടുണ്ട്. അപ്പം ദാറ്റ് വാസ് കുഹു കുഹു ബോലെ കോയലിയ, ഒരു ഹിന്ദി സോങ്, നമ്മുടെ ലതാജിയും റാഫി സാബും പാടിയ. അപ്പൊ അത് ഞാൻ എൻ്റെ ഫൈനൽ ഓഡിഷനിൽ ഞാൻ പാടിയ പാട്ട് അതാണ്. അപ്പൊ അതിനുശേഷം എൻ്റെ കുറെ ഫ്രണ്ട്സ് കുഹു കുഹു ആണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാറ്റ് സോങ് വാസ് സ്പെഷ്യൽ. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും കുഹു കുഹു ഞാൻ പാടിയിട്ടില്ല. ഞാനത് ചെയ്യണം. താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ ദാറ്റ്. നമുക്ക് കുഹു കുഹുവിന്റെ ഒരു 4 ലൈൻസ് ഇന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. കുഹു കുഹു ബോലെ കോയലിയാ കുഞ്ച കുഞ്ച മേ ഭൗരെ ഡോലെ ഗുൻഗുൻ ബോലെ ആ കുഹു കുഹു ബോലെ കോയലിയാ ഇത് ഞാൻ ഒരുപാട് നാളിന് ശേഷം പാടുന്നത്. ഇപ്പൊ ലൈവ് ഒക്കെ പാടുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പേടിയായി. ഇതൊക്കെ സത്യമായിട്ടും ഇങ്ങനെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര പേടിയാണ്. ബിക്കോസ് എവ്രിബഡി സിങ്സ്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. സിംഗേഴ്സ് ഒരുപാടായി അല്ലേ ഫീൽഡിൽ, എസ്പെഷ്യലി കോമ്പറ്റീഷൻ ഫീൽഡിലാണ് ഒരുപാട് സിംഗേഴ്സ്. ഈ ക്ലാസിക്കലാണോ ഇപ്പൊ മറ്റേ ഹിന്ദുസ്ഥാനി ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആക്ച്വലി പറഞ്ഞാൽ അതൊരു എന്തുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ എന്തോ ഹിന്ദുസ്ഥാനി ലൈനിലേക്ക് പോയിരുന്നെങ്കിൽ കുറേയും കൂടെ സ്കിൽസ് നമുക്ക് നമ്മുടെ രണ്ടും കംപ്ലീറ്റ് ഡിഫറെന്റ് ടാർഗറ്റ്സ് ആണ്. വൈൽ കർണാട്ടിക് ഗിവ്സ് യു ഈ വോക്കൽ എങ്ങനെയാ പറയാ, നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില്ലേ, നമ്മൾ മത്സരിക്കുമ്പോൾ പാടുന്ന പാട്ടുകളിൽ കൂടുതലും കർണാട്ടിക് രാഗ പ്രയോഗംസ് എന്നൊക്കെ ഉള്ള സാധനങ്ങൾ ഉള്ള പാട്ടുകൾക്ക് എപ്പോഴും നമ്മൾ കർണാട്ടിക് പഠിച്ചാലാണ് കൂടുതലും പാടാനുള്ള ഒരു ഈസ്. പക്ഷെ പക്ക ലൈറ്റ് സോണിലുള്ള പാട്ടുകൾ, കൂടുതൽ മെലഡീസ് ഉള്ള പാട്ടുകൾക്കുള്ള ഈ ഫീൽ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾക്ക് ആ സ്കൂൾ ഓഫ് ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ തോട്ട് ഇതായിരുന്നു, ഈ അവിയൽ പരുവം ആവണ്ട എന്നുള്ള ഒരു കൈൻഡ് ഓഫ്. പിന്നെ എനിക്കിതിനൊരു കോൺഫിഡൻസ്, മറ്റേ സൈഡിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കർണാട്ടിക് ടൈപ്പ് പാട്ടുകൾ പാടുമ്പോൾ. അപ്പൊ ഹിന്ദുസ്ഥാനി ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് എങ്ങാനും ഒന്ന് പാളിപ്പോവോ അങ്ങനെയൊക്കെ. ആൻഡ് ഇത് ഞാനിപ്പോൾ ഒരു ആസ് എ ഫാക്കൽറ്റി എൻ്റെ ഒരു ലേണിംഗ് ഞാനിപ്പം എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫെലോ ജൂനിയർ അപ്കമിങ് ആർട്ടിസ്റ്റോടും പറയുന്നത്, നെവർ എക്സ്പെരിമെൻറ്റ് ഇൻ എ കോമ്പറ്റീഷൻ. നമ്മുടെ സക്സസ് എപ്പോഴും ഇസ് ഇൻ യുവർ സ്ട്രെങ്ത്. ഏതാണോ സ്ട്രെങ്ത് അതിനെ നമ്മളങ്ങ് എന്താ പറയുക, അതിൽ മുറുക്ക പിടിച്ച് അങ്ങ് തകർക്കുക. വീക്ക്നെസ്സിനെ പുറത്തോട്ട് കാണിച്ചാൽ അപ്പൊ തീർന്നു കഥ. മത്സരം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പൊ ഐ ഡു എ ലോട്ട് ഓഫ് ദി ജഡ്ജിങ്ങിന് ചിലപ്പോൾ ഇരിക്കാറുണ്ട്. അപ്പം ഹരിമുരളീരവം പാടണമെന്നോ അല്ലെ പാടി തൊടിയിലേതോ പാടണമെന്നോ നിർബന്ധമില്ല. കണ്ണാന്തുമ്പി പാടിയാലും മതി, അല്ലെങ്കിൽ തുമ്പീവ എന്നല്ല, ജനറലി ഒരു കുറച്ചും കൂടെ സിംപിളർ ആയിട്ട് ഉള്ള ഒരു കൈൻഡ് ഓഫ് സോങ്സ് പാടിയാൽ അത് വൃത്തിക്ക് പാടാൻ ഭയങ്കര പാടാണ്. ശ്രുതിയും താളവും. ഇപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്ന് പാടിയതല്ലേ, എന്നോടിഷ്ടം കൂടാമോ. ഈ കൂടാമോ എന്നുള്ളത് തന്നെ കൂടാമോ എന്ന് പാടാം, കൂടാമോ എന്നൊക്കെ. അതിനൊക്കെ ഒരു ഭംഗി വരുത്താൻ അത് മതി. അത് വൃത്തിക്ക് പാടിയാൽ നമുക്ക് 10 കിട്ടും. നേരെ മറിച്ച് പാടി തൊടിയിലേതോ പാടിയിട്ട് അവസാനം പറ്റാത്ത സംഗതി പാടി അത് 8 മാർക്കും കിട്ടും, ഇതിന് 10 മാർക്കും കിട്ടും. മനസ്സിലായി? ആസ് എൻ നമ്മൾ ഏറ്റവും ഒരു എക്സിസ്റ്റിംഗ് സോങ് പാടുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് ജസ്റ്റിസ് എത്ര ആ പാട്ടിന് ചെയ്തു, ഹൗ മച്ച് ഓഫ് ജസ്റ്റിസ് ആർ യു ഡൂയിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ സോങ്. സെക്കൻഡ് തിങ്, യു ക്യാൻ സിങ് പ്രൊവൈഡഡ് യു ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് ആൻഡ് സ്ട്രോങ് ഇൻ ദാറ്റ് ജോണർ. ഇല്ലെങ്കിൽ പാടരുതെന്നാണ് എൻ്റെ ഒരു ലോജിക്. വേറെ ആൾക്കാർക്ക് ആ സമയത്ത് ആ പാട്ട് പഠിക്കുമ്പോൾ വോയിസിലെ സ്ട്രെയിനും അല്ലേ, സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്. നമ്മുടെ മെന്റൽ സ്ട്രെസ്, അയ്യോ അത് എത്തുമോ അത് കിട്ടുമോ, വോയിസ് ബ്രേക്ക് ആവോ, വെള്ളി വീഴുവോ, ഇങ്ങനെയൊക്കെ. ഇത് എത്രമാത്രം പ്രാക്ടീസ് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ
അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പിൾ. പക്ഷെ അത് ചിലപ്പോൾ എനിക്കത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഹിന്ദുസ്ഥാനിയുടെ കാര്യമാണ് ചോദിച്ചത്. സോ ഫോർ മീ ഇപ്പോൾ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലേക്ക് ഞാൻ മാറ്റി, അതുവരെ പാടിയ ഒരു സ്റ്റൈല് മാറ്റി വേറെ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്ത് എങ്ങാനും പാളി പോയാൽ അപ്പോൾ ഔട്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് കേട്ടോ. എനിക്കൊരു ഇത്തിരി ഒരു ഐ തിങ്ക് ഐ ഹാഡ് സ്പോക്കൺ ടു യു സം ടൈം അഗോ, ഈ ഒരു ജോണറിൽ ഫോക്കസ് ചെയ്താൽ ഒരു ചെറിയ ത്രെറ്റ് എന്താന്ന് വെച്ചാൽ വേഴ്സറ്റാലിറ്റി നമുക്ക് കാണിക്കാൻ. പിന്നെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ ആക്ച്വലി സ്റ്റാർ സിംഗറിൽ ഒരു ലേബിൾഡ് സിംഗർ ആയിരുന്നു, കർണാട്ടിക് സ്പെഷ്യലിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ട്രോളുന്നത് എല്ലാ പാട്ടിലും ജുബ്ബ, ചന്ദനക്കുറി, പട്ടയ വിഭൂതി എന്നൊക്കെ പറഞ്ഞു. ഒരു സീരിയസ് സിംഗറിന്റെ, ഒരു മെച്ചൂർഡ് സിംഗറിന്റെ ആ ഒരു ഏജിനെക്കാട്ടും ഭയങ്കരമായിരുന്നു. അപ്പൊ അതിൽ നിന്നൊന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ വരാൻ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ എനിക്കന്ന് പാടാൻ അറിയാഞ്ഞിട്ടായിരുന്നില്ല, ഞാൻ ഡെലിബറേറ്റ് ആയിട്ടാണ് അത് ചെയ്തിരുന്നതെന്ന് എനിക്ക് അന്ന് പറയാൻ പറ്റില്ല. അപ്പം രാഹുലിന് എന്തെങ്കിലും പാട്ട് കൊടുക്കുമ്പോൾ ക്ലാസിക്കൽ, അപ്പൊ ക്ലാസിക്കൽ പാടാം, പക്ഷെ എനിക്ക് മറ്റേതും പാടണം, അതിന് അവസരം കിട്ടില്ല. അപ്പം ഇപ്പൊ നമുക്കൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു ആൽബത്തിലോ എനിക്കൊരു റൊമാൻറ്റിക് പാട്ട് പാടാൻ അന്നും ഇന്നും കഴിവുണ്ട്, പക്ഷെ ആ ആൾക്കത് പാടാൻ പറ്റും എന്ന് ഞാൻ പ്രൂവ് ചെയ്യണ്ടേ, കാണിച്ചു കൊടുക്കാൻ എനിക്ക് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലല്ലേ എന്റെ വേഴ്സറ്റാലിറ്റി കാണിക്കാൻ പറ്റുള്ളൂ. അന്ന് അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് നൗ ഡെഫിനറ്റ്ലി ഞാൻ ഒരുമാതിരി എല്ലാ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വളരെ കുറച്ച്, വെൻ യു ആസ്ക് മീ ടു സിംഗ് കുഹു കുഹു, ഐ വാസ് ലൈക്ക് ഓ ഇത് കുറെ കാലം ആയല്ലോ പാടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതലും ഐ എൻഷോർ ടു ഷോ മൈ വേഴ്സറ്റാലിറ്റി ത്രൂ കവർ സോങ്സ്. എല്ലാ ജോണേഴ്സും ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ റേഞ്ചിന് ഒതുങ്ങുന്ന എല്ലാ ടൈപ്പ് പാട്ടും. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ക്ലാസിക്കൽ വളരെ കുറവാ പാടുക, എന്നാലും നമ്മുടെ ചില റൂട്ട്സ് അവിടെ ഇങ്ങനെ ഉണ്ടാവും. ബട്ട് ഐ എൻജോയ്. പറഞ്ഞല്ലോ മോർ ദാൻ 10 years ആയി ഇപ്പം സ്റ്റാർ സിംഗർ, സ്റ്റിൽ ആ ഒരു മോർ ദാൻ 15 years ആ ഒരു കണക്ഷൻസ് ഇപ്പോഴും ഉണ്ട് എല്ലാവരായിട്ടും. ആ കോമ്പറ്റീഷൻ സമയത്ത് നമുക്കെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്പേസ് എല്ലാവരുമായിട്ടായിരിക്കില്ല, ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ ഒരു ഗ്യാങ് ഓഫ് ഒരു 4-5 പേരുണ്ടായിരുന്നു. അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതെന്റെ ഒരു എന്താണ് അൺലക്കെന്നോ അല്ലെ ഭാഗ്യം ഇല്ലായ്മ എന്നൊക്കെ ഞാൻ അന്നും ഓർത്തിരുന്നൊരു കാര്യമാണ്. ഞങ്ങള് ഭയങ്കര രസമായിരുന്നു ഈ സ്റ്റാർ സിംഗർ ഷൂട്ടിന് പോകുമ്പോൾ എല്ലാവരും ട്രെയിനിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് എറണാകുളത്തുനിന്ന്, ഞാൻ എറണാകുളം ബേസ്ഡാണ്, അപ്പം എറണാകുളത്തുനിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ട്രെയിനിൽ കൂടെ പോകാൻ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. ഞാനിങ്ങനെ, അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒരാൾ പാലക്കാട്, ഒരാൾ ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ. അപ്പം അവിടെ പോയിട്ടാണ് ഞങ്ങളുടെ കത്തിയടിയും. അതൊരു ഒരു കോളേജ് ലൈഫ് പോലെയായിരുന്നു ആ ഒരു സമയം. പിന്നെ മത്സരമാണ്, ഒരുപാട് അങ്ങ് അടിച്ചു പൊളിക്കാനും പറ്റില്ല. നമ്മൾ ആ ഗ്രൂമിങ് സെഷൻ എന്ന് പറഞ്ഞൊരു 5 ദിവസം ഉണ്ടാവും. ആ സമയത്ത് ഇറ്റ്സ് ലൈക്ക് എ ഹോസ്റ്റൽ. ഇവരുടെയൊക്കെ കൂടെ ഉള്ള ഒരു കമറാഡറി ഭയങ്കര. എല്ലാരും സോങ്സിനെ ബേസ് ചെയ്തിട്ടാണല്ലോ സംസാരം അല്ലേ? ഒരുപാട് സോങ്സ് പഠിക്കാൻ, ഏത് പാട്ടാ പാടുന്നത്, അതെ, ഒരുപാട് സോങ്സ് പഠിക്കാൻ, കേൾക്കാനുള്ള അവസരം. എനിക്ക് എൻ്റെ എക്സ്പോഷർ ഇപ്പാണല്ലോ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്താണെങ്കിലും നമ്മൾ എല്ലാവരും ഫോണിലാണ്. അന്നത്തെ സമയത്ത് എൻ്റെ റെഫറൻസ് മെറ്റീരിയൽ വാസ് റിയാലിറ്റി ഷോ. നമ്മുടെ കേരളത്തിൽ റിയാലിറ്റി ഷോ വന്നത് 2005-ലാണ്. 2005-6 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ വരുന്നത്. ഞാൻ അതിനു മുമ്പ് സി സരിഗമപ ഒരുപാട് കാണുമായിരുന്നു, സി TV ഹിന്ദിയിൽ. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് കുറേ പാട്ടുകൾ, അതിലെ കുറെ കണ്ടസ്റ്റൻസിന്റെ പേര് വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2003 ആ സമയത്ത്, ഇപ്പൊ 2026, that means 23 years before, there was a singer called as ഹിമാനി, നിഹിര ജോഷി, മുംബൈ. ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള ആ സിംഗേഴ്സിന്റെ പെർഫോമൻസസ് ഒക്കെ എനിക്ക് അതിങ്ങനെ കണ്ട് കുറേ ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ട്. ഈ റിയാലിറ്റി ഷോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത് വന്നപ്പോഴത്തേക്കും അതും പ്ലസ് ഐ ഹാഡ് പ്രയർ എക്സ്പീരിയൻസ് ഇൻ അതർ ചാനൽ. സോ
I've heard one of the interviews ഇവിടെ തന്നെ ശ്വേത അശോക് ഇവിടെ സംസാരിച്ചപ്പോൾ ഷീ ഹാഡ് മെൻഷൻ അബൌട്ട് ഗന്ധർവ സംഗീതം. Yeah. അപ്പോൾ റിയാലിറ്റി ഷോന് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് കൈരളി, ഗന്ധർവ സന്ധ്യ, നമ്മുടെ ദാസറിന്റെ ഒരു സമ്മാനം, അതായിരുന്നു അതൊരു പ്രസ്റ്റീജ്. ദാസേട്ടന്റെ മുമ്പിൽ ഒരു സമ്മാനം കാണാൻ പറ്റുക, ഇറ്റ്സ് ലൈക്ക് ദൈവം പോലെ. അപ്പം പിന്നെ സൂര്യ ടി വിയിൽ സ്വരമഞ്ജരി എന്നൊരു ഷോ ഉണ്ടായിരുന്നു, ജീവൻ ടി വിയിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ റിയാലിറ്റി ഷോ എന്നല്ല ഫോർമാറ്റ്, അത് വേറെ തന്നെ ഒരു ഫോർമാറ്റാണ്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനലിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബിക്കോസ് യു ആസ്ക് മീ അബൌട്ട് സ്റ്റാർ സിംഗർ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗന്ധർവ സംഗീതത്തിൽ 2 വർഷം പങ്കെടുത്തിട്ടുണ്ട്, ജൂനിയറിലും സീനിയറിലും. ജൂനിയറിൽ ക്വാർട്ടർ ഫൈനൽ ഫൈനലിസ്റ്റായിട്ട് എലിമിനേറ്റ് ആയി, സീനിയറിൽ സെമി ഫൈനലിസ്റ്റായിട്ട് എലിമിനേറ്റ് ആയി, വേറെ ഏതൊരു സ്വരമഞ്ജരിയിലും സെമി ഫൈനലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോഴും നമ്മൾ ഫൈനൽ എത്തിയില്ല, അല്ലെങ്കിൽ അവിടെ എത്താനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാർ സിംഗർ എനിക്ക് അത് സമ്മാനിച്ചു. സ്റ്റാർ സിംഗറുടെ കേസ് പറഞ്ഞുകൊണ്ടും, ഐ ഡോണ്ട് നോ ഇഫ് വി ഡിസ്കസ് ദിസ്, ഞാൻ സ്റ്റാർ സിംഗറിൽ 2 വർഷം മത്സരിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു നോ ദാറ്റ് സ്റ്റോറി. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം നമ്മുടെ മലയാളത്തിൽ വന്നത് 2006 ആ വർഷം ആ പ്രോഗ്രാം വാസ് എ വീക്കെൻഡ് പ്രോഗ്രാം. സാറ്റർഡേ സൺഡേ മാത്രം, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രമാണ്. നേരെ മറിച്ച് ആ വർഷം ആ ഷോ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമൃതയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ വീക്ക് ലോങ് പ്രോഗ്രാം. അതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലർ ജോബ് കുര്യൻ ആൻഡ് സംഗീത് ആൻഡ് മൃദുല ആൻഡ് ലോട്ട് ഓഫ് സിംഗേഴ്സ്. റിയാലിറ്റി ഷോ ഭയങ്കരമായിട്ട് ക്ലിക്കായി. ബട്ട് സ്റ്റാർ സിംഗർ ആദ്യത്തെ സീസൺ അത്ര പോപ്പുലർ അല്ലായിരുന്നു, ഇറ്റ് വാസ് വീക്കെൻഡ് ആയതുകൊണ്ട്. ആ സീസണിൽ ഞാനും ഒരു സെറ്റ് ഓഫ് സിംഗേഴ്സും ഒക്കെ മത്സരിച്ചിരുന്നു. ഐ വാസ് എ സെമി ഫൈനലിസ്റ്റ് ഇൻ ദാറ്റ് സീസൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീസൺ ആണ് ആക്ച്വലി ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ബ്രാൻഡിങ് തന്നെ മാറ്റി, അതൊരു എന്താ പറയുക, ഇറ്റ് ഷുക്ക് ദ വേൾഡ് എന്ന് പറയുന്ന പോലെ 2007 യു നോ ലോട്ട് ഓഫ് സിംഗേഴ്സ് വുഡ് ഹാവ് കം ഹിയർ. ആ വർഷം ഞങ്ങളൊക്കെ എന്ത് ചെയ്തു, സൂപ്പർ സ്റ്റാർ ക്ലിക്കായപ്പം ഈ ഗ്യാങ് മൊത്തം സൂപ്പർ സ്റ്റാറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, സ്റ്റാർ സിംഗറിലുള്ള കണ്ടസ്റ്റൻസിനെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്നും തഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഔട്ടായി അവിടുന്ന് ഔട്ടായി എന്നുള്ള പോലെയായി. പിന്നെ എന്തോ ഭാഗ്യം 2008 ഞങ്ങൾ കുറെ പേര് ഒന്നും കൂടെ സ്റ്റാർ സിംഗറിൽ അപ്ലൈ ചെയ്യാൻ അവർ അലൗ ചെയ്തിരുന്നു. ആ വർഷമാണ് അതിൻ്റെ അവസാനം വരെ എത്താൻ സാധിച്ചത്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഹിസ്റ്ററി. എനിക്ക് സൂപ്പർ സ്റ്റാർ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഞാൻ അന്ന് എൻജിനീയറിംഗ് പഠിക്കുന്ന സമയമാണ്. നാളെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം. ഇന്ന് വൈകുന്നേരം കോവളത്തായിരുന്നു ആ ഓഡിഷൻ, സെക്കൻഡ് ഓഡിഷൻ, ഫൈനലിന് മുമ്പുള്ള ഓഡിഷൻ. രാത്രി 11:30 മണിയായിട്ടും റിസൾട്ട് വരുന്നില്ല. അവിടെ ഫുൾ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഫൈനൽ 16 നമ്പർ പറയുന്നത് 11:30 മണിയായപ്പോൾ ആണ് ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്നറിയുന്നത്. നാളെ രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം. എനിക്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നോ സ്റ്റാർ സിംഗർ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വയ്ക്കില്ലല്ലോ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ വേറൊരു കണ്ടസ്റ്റൻറ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ രാത്രി സൂപ്പർ ഫാസ്റ്റ് പിടിച്ച് വെളുപ്പിന് 5 മണിക്ക് വീടെത്തി. ഞാൻ എന്തോ നോട്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പരീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വേറെ കോളേജിൽ പഠിക്കായിരുന്നു. 5 മണിക്ക് വന്നു, മുഖമൊക്കെ കഴുകി എന്തൊക്കെയോ ബൈഹാർട്ട് അടിച്ചുകൊണ്ട് ബസ്സിലും ഒക്കെ ഇരുന്ന് 9 മണിക്ക് പരീക്ഷയ്ക്ക് പോയി. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പേപ്പർ കിട്ടി, പാസ്സായി. സപ്ലൈ അടിച്ചില്ല.